ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും പലപ്പോഴും പറയാറുണ്ട്, അച്ഛാ പഴയ ഒരു ആരോഗ്യവും ബലമൊന്നും ഇല്ല അച്ഛാ, അത് തകർന്നു പോവുകയാണ്. പല പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടും കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടും വഴക്കും ബന്ധങ്ങളിലുള്ള വിഷമങ്ങളെല്ലാം കൊണ്ടും രോഗം കൊണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, ഞാൻ ഒത്തിരി ക്ഷീണിച്ചു, എനിക്ക് പഴയ ഒരു ആരോഗ്യം ബലമൊന്നും ഇല്ല എന്ന് നീ പറയുമ്പോൾ സങ്കീർത്തനകാരൻ പറയുകയാണ്, 5-ാം അധ്യായം 11-ാം വാക്യം പറയുകയാണ്, നിന്നിൽ ആശ്രയിക്കുന്നവരെല്ലാം നിന്നെക്കുറിച്ച് സന്തോഷിച്ചു, എന്നേക്കും നിന്നെ സ്തുതിക്കും, നീ അവരിൽ വസിക്കും, നിൻ്റെ തിരുനാമത്തെ സ്നേഹിക്കുന്നവരെല്ലാം നിന്നാൽ ബലം പ്രാപിക്കും. നമ്മൾ ബലം പ്രാപിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവത്തിൻ്റെ തിരുനാമത്തെ സ്നേഹിച്ചാൽ മതി. എന്ന് വെച്ചാൽ അവിടുത്തെ വചനത്തെ സ്നേഹിച്ചാൽ, അതുകൊണ്ട് യേശു ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുന്ന പറഞ്ഞേ. അതുകൊണ്ട് നിനക്ക് ബലമില്ല, നീ ചോർന്നു പോയി ശോഷിച്ചു പോയി എന്നൊക്കെ നിൻ്റെ ചിന്ത നിൻ്റെ വേട്ടയാണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്യുക, വേദപുസ്തകം എടുക്കുക, വചനം വായിക്കുക, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നീ സ്നേഹിക്കുക. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് പാലിക്കുക എന്നാണ് അർത്ഥം. ഞാൻ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളം ആ വ്യക്തി പറയുന്നത് ഞാൻ അനുസരിക്കുമെന്ന്. എന്ന് വെച്ചാൽ നീ തിരുനാമത്തെ സ്നേഹിക്കുന്നതിന് ഏറ്റവും വലിയ അർത്ഥം തിരുനാമത്തിലെ തിരുവചനത്തെ നീ അനുസരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അർത്ഥം. അതുകൊണ്ട് നിനക്ക് ബലം തിരിച്ചു ലഭിക്കാൻ ഏകമാർഗം ദൈവവചനത്തെ സ്നേഹിക്കുകയും അത് പാലിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതിന് ഈ പ്രഭാതം മുഖാന്തരമായി തീരട്ടെ. ആയത് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധം ആവാസം നമ്മെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.